ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ വിത്ത് സ്പെഷ്യൽ മാരിനേഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ആദ്യമായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി 8 അല്ലി വെളുത്തുള്ളി, റെഡ് ചില്ലി 8 എണ്ണം, കുറച്ച് കറി ലീവ്സ്, 4 പച്ചമുളക്, മല്ലിച്ചപ്പ്, 2 പീസ് ജിഞ്ചർ, ചെറിയുള്ളി 7 എണ്ണം. ചെറിയുള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും അളവ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആണെങ്കിൽ ഈ പറഞ്ഞ മെഷർമെൻറ്റിൽ എടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒരു മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് ഫൈനായിട്ട് ഒരു പേസ്റ്റാക്കി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 സ്പൂൺ പെപ്പർ പൗഡർ. എരിവിനനുസരിച്ച് പെപ്പർ പൗഡറിൻ്റെ മെഷർമെൻറ്റ് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ക്യാപ്സിക്കാണ് ആഡ് ചെയ്യുന്നത്. ചിക്കനിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. 2 മാഗി ക്യൂബും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ചിക്കൻ്റെ സൈഡെല്ലാം ഇതുപോലെ ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇത് ഓപ്ഷണലാണ്. മാരിനേഷന് ശേഷം ചിക്കൻ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് പ്രഷർ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇറക്കി വെച്ച് കൊടുക്കാം. കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് ചിക്കൻ്റെ മസാല ബാക്കി വരുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചിക്കൻ്റെ സ്റ്റോക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്കാണ് ആഡ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്താണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റി ഫുൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.